Hi, hello, my dear students. We are starting a new chapter, Social Science 2, Chapter 5, Money and Economy. This is the part 1 class of our Chapter 5. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജോഗ്രഫിയിലെ അതായത് നമ്മുടെ സോഷ്യൽ സയൻസ് 2 പാർട്ട് 1 പുസ്തകത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണിത്, ചാപ്റ്റർ 5. മണി ആൻഡ് ഇക്കോണമി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇത് സെക്കൻഡ് ടൈം പരീക്ഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ SSLC ഫൈനൽ പരീക്ഷയ്ക്കും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മണി ആൻഡ് ഇക്കോണമി. ഇത് ഇക്കണോമിക്സ് നമുക്കറിയാം, നമ്മുടെ ഈ സോഷ്യൽ സയൻസ് 2 അതിനകത്ത് ജോഗ്രഫിയും എക്കണോമിക്സും അതിനകത്ത് വരും. അപ്പോൾ എക്കണോമിക്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു ടൈറ്റിൽ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ മണി ആൻഡ് ഇക്കോണമി. ഈ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ഈ ടൈറ്റിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും. പണം നമ്മുടെ ഇക്കോണമിയിൽ ചെയ്യുന്ന സ്വാധീനം എന്താണ്, പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് ഇക്കോണമി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ അല്ലേ, സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സ്വാധീനം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്താണ് പണം, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പണം എന്ന ആ മണി എന്ന ഒരു വേർഡിനെ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് പണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ബാങ്കുകളാണ്. അപ്പോൾ ബാങ്കുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ RBI, പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബാങ്കിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പലതരത്തിലുള്ള ക്രെഡിറ്റിനെ പറ്റിയാണ് പഠിക്കുക, ക്രെഡിറ്റ്. അപ്പോൾ നമുക്കിതെല്ലാം ചേർന്നുള്ള ഒരു ലോങ് ചാപ്റ്റർ തന്നെയാണ് മണി ആൻഡ് ഇക്കോണമി. ഇത് പാർട്ട് 1 മുതൽ പാർട്ട് 5, 6 വരെയുള്ള പല പാർട്ടുകളായിട്ടായിരിക്കും നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ എക്സ്പ്ലനേഷനോടുകൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾ 1 by 1 ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടുകളെല്ലാം തന്നെ ആ പ്ലേലിസ്റ്റിനകത്ത് 1 by 1 നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് അത് വ്യൂ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് എക്കണോമിക്സ്. നമുക്കറിയാം, ഹിസ്റ്ററി പോലെയൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റ് അല്ല എക്കണോമിക്സ്. എക്കണോമിക്സ് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കറൻസി നോട്ടുകളെല്ലാം ഒന്ന് കാണാം. ഇന്ത്യയിൽ ഇപ്പോൾ സർക്കുലേഷനിലുള്ള കറൻസി നോട്ടുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ കറൻസി റുപ്പി അല്ലേ, രൂപ, മലയാളത്തിൽ രൂപ, റുപ്പി എന്നൊക്കെ അറിയപ്പെടും. നമ്മൾ RS എന്ന് നമ്മൾ രൂപയ്ക്ക് എഴുതുമെങ്കിലും നമുക്ക് രൂപയ്ക്ക് ഒരു സിമ്പലുണ്ട്. ആ സിമ്പലാണ് നിങ്ങളിവിടെ കാണുന്ന ഹിന്ദി രാ എന്നുള്ള രൂപ എന്നുള്ളതിൻ്റെ ഹിന്ദി രാ അക്ഷരത്തിന് ഒരു ക്രോസ്, ഒരു ചെറിയ വരയിട്ടിരിക്കുന്നതാണ് നമ്മുടെ രൂപയുടെ സിമ്പൽ. അപ്പോൾ ആ സിമ്പൽ കണ്ടാൽ ഇന്ത്യൻ രൂപയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോകത്തെല്ലാ അവരുടെ കറൻസിക്കും അവരവരുടേതായ സിമ്പൽസ് ഉണ്ടല്ലേ. നിങ്ങൾക്കറിയാം അമേരിക്കയുടെ ഡോളർ, അതിനൊരു സിമ്പലുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഓരോ കറൻസിക്കും അതിൻ്റേതായ സിമ്പലുണ്ട്. നമുക്കും അഭിമാനിക്കാം, നമ്മുടെ കറൻസി രൂപയ്ക്കും ഒരു സിമ്പലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കിപ്പോൾ പ്രചാരത്തിലുള്ള നോട്ടുകൾ, ഏതൊക്കെയാണ് കറൻസി നോട്ടുകൾ? 500, then 100, then 50, then 20, then 10. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പണം, മണി എന്താണെന്നൊന്ന് പഠിക്കാം. What is money? What is its importance? Anything accepted in the exchange of goods and services can generally be called money. Anything accepted in the exchange of goods and services. എക്സ്ചേഞ്ച് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? കൈമാറുക അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അപ്പോൾ ഗുഡ്സും സർവീസസും നമ്മൾ കൈമാറുമ്പോൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അയാൾ പകരം സ്വീകരിക്കുന്ന എനിത്തിങ് അക്സെപ്റ്റഡ്, അയാൾ എന്താണോ പകരം അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ജനറലി നമ്മൾ എന്ത് പറയുക, പണം, മണി എന്ന് പറയുക. എനിത്തിങ് അക്സെപ്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ജനറലി ബി കോൾഡ് മണി. ഓക്കെ, അത് ഇന്നത്തെ രൂപത്തിലുള്ള കറൻസി ആകണമെന്നോ ഇന്നത്തെ രൂപത്തിലുള്ള കോയിൻ ആകണമെന്നോ ഒരു നിർബന്ധവുമില്ല. അത് ഏത് വസ്തുവുമാകാം. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാനിപ്പം ഒരു
എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട്, ഒരു തടി അല്ലെങ്കിൽ ഒരു കല്ല് ഇതൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് ഇത് പണം പോലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണ്, ആ വസ്തുവുമായിട്ട് അയാൾ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ വസ്തുവിന് യാതൊരു വിലയില്ല. അപ്പം നമ്മുടെ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച് തന്നിരിക്കുന്ന മണി മാത്രമേ, കറൻസി മാത്രമേ, കോയിൻസ് മാത്രമേ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, എനിത്തിങ് അക്സെപ്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ജനറലി ബി കോൾഡ് മണി. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഈസ് മണി ദാറ്റ് മെയ്ഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫാസ്റ്റർ. നമുക്കറിയാം, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു പ്രിമിറ്റീവ് ടൈം. പഴയ കാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സിസ്റ്റം മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. സാധനത്തിന് പകരം സാധനം കൊടുക്കുക. വീറ്റ് ഉള്ളയാൾ അത് റൈസ് ഉള്ളയാളുമായിട്ട് മാറുക, അല്ലെങ്കിൽ കോക്കനട്ട് ഉള്ളയാൾ അത് റൈസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. ഇതായിരുന്നു ബാർട്ടർ സിസ്റ്റം. വളരെ ബുദ്ധിമുട്ടായിരുന്നു ബാർട്ടർ സിസ്റ്റം. കാരണം എന്താണ്, ഒരു വ്യക്തിക്ക് വീറ്റുണ്ട്, മറ്റേ വ്യക്തിക്ക് റൈസ് ഉണ്ട്. പക്ഷേ വീറ്റുള്ള ആൾക്ക് റൈസ് വേണ്ട, റൈസ് ഉള്ള ആൾക്ക് വീറ്റും വേണ്ട. അവർക്ക് മറ്റൊരു വസ്തുവാണ് വേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർക്ക് വേണ്ട വസ്തുവുള്ള ആളെ അവർ പോയി തേടി പിടിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സായിരുന്നു, വളരെ സമയമെടുക്കുമായിരുന്നു. ബട്ട് പണം ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി എക്സ്ചേഞ്ച് വളരെ ഫാസ്റ്ററായി, അല്ലേ? വളരെ സ്പീഡായി. കാരണം എന്താ, എൻ്റെ വീറ്റുണ്ട്, ഞാനത് കൊടുത്തു പണം വാങ്ങി. എനിക്ക് കോക്കനട്ടാണ് വേണ്ടത്, ആ പണം കൊടുത്ത് ഞാൻ കോക്കനട്ട് വാങ്ങുന്നു. എല്ലാം ഫാസ്റ്റായി, അല്ലേ? നമ്മുടെ ഒരു മാർക്കറ്റിലോട്ട് പണവുമായിട്ട് ചെന്നാൽ എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ നമുക്ക് വാങ്ങാം. വളരെ ഫാസ്റ്റാണ്. എന്നാൽ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിലെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ടുമായിട്ട് പോയി, നമുക്കൊരു 10 ഐറ്റം വേണം. ഈ കോക്കനട്ട് കൊടുത്തിട്ട് വേണം ഈ 10 ഐറ്റം വാങ്ങാൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എത്ര സമയമെടുക്കും? ഞാൻ ഒരു കോക്കനട്ടും കൊണ്ട് ഒരാളുടെ അടുത്ത് ചെയ്യുന്നു, പച്ചക്കറി വേണം. അയാൾ പറഞ്ഞ് എനിക്ക് കോക്കനട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ആ പച്ചക്കറി അയാൾ തരത്തില്ല. അങ്ങനെ വളരെ സമയമെടുക്കും. ബട്ട് പണം ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൂടുതൽ ഫാസ്റ്ററായി. ഫോംസ് ഓഫ് മണി ചേഞ്ച് ഡേ ബൈ ഡേ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോംസ് ഓഫ് മണി എന്ന് പറയുന്നത് കറൻസി, കോയിൻസ് ആണ്. കറൻസിയും കോയിൻസുമാണ്. ആ ഫോം എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? നോ, ഒരു നിർബന്ധവും ഇല്ല. കാരണം എന്താണ്, അതിനേക്കാൾ ബെറ്ററായ ഒരു സാധനം കണ്ടെത്തുമ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ്റിനെ അത് കറൻസിയായിട്ട് അല്ലെങ്കിൽ അത് മണിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെൻറ്റുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്നത് കറൻസി നോട്ടുകളും കോയിൻസുമാണ്. നമ്മളത് ഉപയോഗിക്കുന്നു. ഗവൺമെൻറ് തീരുമാനമെടുത്ത് മറ്റൊരു വസ്തുവിലേക്ക് മണിയുടെ ഫോം മാറ്റിയാൽ നമ്മൾ ഓരോരുത്തരും അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഫോംസ് ഓഫ് മണി ചേഞ്ച് ഡേ ബൈ ഡേ, ബട്ട് വി കനോട്ട് തിങ്ക് ഓഫ് ആൻ ഇക്കോണമി വിത്തൗട്ട് മണി. ഫോം മാറിയാലും പണത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയാലും പണമില്ലാത്ത ഒരു ഇക്കോണമിയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. പഴയ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് വരുമോ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? നോ, വി കനോട്ട് തിങ്ക് ഓഫ് ആൻ ഇക്കോണമി വിത്തൗട്ട് മണി. മണി ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. പണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലേ? നമ്മൾ പണമില്ലാതെ ഒരു ദിവസം നമ്മുടെ ഈ പണമില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? സോ മണി ഇൻഫ്ലുവൻസസ് ഹ്യൂമൻ ലൈഫ്. ആരുടെയൊക്കെ ജീവിതത്തെയാണ് സ്വാധീനിക്കുക? കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ വിൽക്കുന്നവർക്കും സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും അതൊക്കെ വാങ്ങുന്ന കൺസ്യൂമേഴ്സിനും എല്ലാവരുടെയും ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മണി. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മണി. പണത്തിൻ്റെ വിവിധ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ഡൗൺ വിച്ച് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മണി. പണത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസ് മീൻ റോൾ. വാട്ട് ആർ ദ വേരിയസ് റോൾ ഓഫ് മണി? പണത്തിൻ്റെ വിവിധ റോളുകൾ എന്തൊക്കെയാണ്? അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അല്ലേ? എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മീഡിയം. ഒരു സാധനം കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് തിരിച്ച് പണം കിട്ടുന്നു. ആ പണം കൊടുത്ത് നമ്മൾ മറ്റൊരു സാധനം വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മണി. ദെൻ മെഷർ ഓഫ് വാല്യൂ. എൻ്റെ കയ്യിൽ 10 കോക്കനട്ടുകളുണ്ട്. എന്താണ് ഈ 10 കോക്കനട്ടിൻ്റെ വാല്യൂ? ഒരു കോക്കനട്ടിന് 10 രൂപയാണെങ്കിൽ 10 കോക്കനട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്, അല്ലേ? 100 രൂപയാണ്. അങ്ങനെ നമുക്ക് ഒരു വസ്തുവിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മണി. ഏത് സാധനത്തിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്? മണിയുടെ ബേസിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ
1 കിലോ 1 kg റൈസ് ഇരിപ്പുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണത് പറയുക? 1 kg റൈസിന് ഇന്ന് നിലവിൽ 40 റുപ്പിയാണെങ്കിൽ നമ്മൾ പറയും ഇതിൻ്റെ വാല്യൂ 40 റുപ്പി. അപ്പോൾ വാല്യൂസ് എല്ലാം മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? മണി. സ്റ്റോർ ഓഫ് വാല്യൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ വർഷം കുറച്ച് പെപ്പർ നമ്മുടെ കൊടിയേന്ന് നമ്മുടെ കുരുമുളക് കിട്ടി. അപ്പോൾ എനിക്ക് ഒരു 10 കിലോ കുരുമുളക് ഇപ്പോൾ കിട്ടി. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ കുരുമുളക് ഇരുന്നാൽ അത് പൂപ്പൽ പിടിച്ച് അത് നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് ഈ കുരുമുളകിനെ എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിൽ ഇത് കൊടുത്തിട്ട് ആ പണം എനിക്ക് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ പല സാധനങ്ങളും അത് പെരിഷബിളായിട്ടുള്ള, അതായത് നശിച്ചു പോകുന്ന പല സാധനങ്ങളെയും നമുക്ക് എന്താക്കി മാറ്റാം? പണമാക്കി മാറ്റി അത് സ്റ്റോർ ചെയ്യാം. അതാണ് മണിയുടെ ഒരു പ്രത്യേകത. ഓക്കെ, വി ക്യാൻ സ്റ്റോർ ഓഫ് വാല്യൂ. ഏത് വസ്തുവും നമുക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 പവൻ സ്വർണ്ണം ഉണ്ടായി, അത് ഞാൻ കൊടുത്തിട്ട് എനിക്കത് എന്താക്കി മാറ്റാം? അതിൻ്റെ പണം 84,000 രൂപ കിട്ടും അല്ലേ? 84,000 അത് വാങ്ങി എനിക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, സ്റ്റോർ ഓഫ് വാല്യൂ. ദെൻ മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. വാട്ട് ഇസ് ദ ഡിഫേർഡ് പേയ്മെൻറ്റ്? പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മണി ഉള്ളത് കൊണ്ടാണ്. ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുന്നു, പക്ഷേ നമ്മൾ പണം കൊടുക്കുന്നില്ല. നമ്മൾ അടുത്തയാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓർ നെക്സ്റ്റ് ഇയർ നമ്മൾ മാറ്റി വെക്കുന്നു. അങ്ങനെയുള്ള പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ഡിഫേർഡ് പേയ്മെൻറ്റ്, മാറ്റി വെക്കുന്ന പേയ്മെൻറ്റ്. അതിനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മണി ഉള്ളത് കൊണ്ടാണ്. മണി. സോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഓക്കെ, ദീസ് ആർ ദ 4 ഫങ്ഷൻസ് ഓഫ് മണി. അപ്പോൾ പണത്തിൻ്റെ 4 റോൾ ഓർ ഫങ്ഷൻ, ബോത്ത് ആർ സെയിം. റോൾ ഓഫ് മണി ഓർ ഫങ്ഷൻസ് ഓഫ് മണി. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി? നമ്മൾ കണ്ടിട്ടുള്ള കറൻസി നോട്ടുകളും കോയിൻസും അല്ലേ, അതാണ് പണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പണത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഫസ്റ്റ് വൺ ഏതാണ്? ജനറലി അക്സെപ്റ്റഡ്. ഈ പണം എന്ന് പറയുന്ന, മണി എന്ന് പറയുന്നത് എല്ലാവരും ജനറലി അക്സെപ്റ്റഡാണ്. എനിക്കിത് വേണ്ടെന്ന് പറയുന്ന ആരുമില്ല. ജനറലി അക്സെപ്റ്റഡ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഡ്യൂറബിൾ, അത് കുറേ കാലം നിന്നോളും. ഇപ്പം ഞാൻ പറയാം, നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പണത്തിന് പകരം നമ്മൾ പഞ്ചസാരയാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക, ഷുഗറാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. കുറേ കഴിയുമ്പോൾ ഈ ഷുഗറിന് എന്ത് സംഭവിക്കും? അത് നശിച്ചു പോകും അല്ലേ? മറ്റേത് വസ്തുവാണെങ്കിലും അത്ര ഡ്യൂറബിൾ അല്ല. പക്ഷേ മണി ഇറ്റ് ഈസ് ഡ്യൂറബിൾ. ഇനി വെള്ളത്തിലിട്ട് നനച്ചാലൊക്കെ അത് പോകും, പക്ഷേ ഡ്യൂറബിളാണ്, പൊതുവെ ഡ്യൂറബിളാണ്. ദെൻ പോർട്ടബിലിറ്റി. എന്താണ് പോർട്ടബിലിറ്റി? നമുക്ക് എടുത്തോണ്ട് പോകാം അല്ലേ, കൊണ്ടുപോകാം. കറൻസി നോട്ടുകളൊക്കെ ആണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ. ദെൻ ഡിവിസിബിലിറ്റി. ഒരു 500 രൂപയെ നമുക്ക് എന്ത് ചെയ്യാം? 100ൻ്റെ 5 എണ്ണമാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 500 രൂപയെ നമുക്ക് 50യുടെ എത്രയായിട്ട് മാറ്റാം? 10 എണ്ണമായിട്ട് നമുക്ക് മാറ്റാം. 500 രൂപയെ 200 രൂപയായും 100 രൂപയായിട്ട് നമുക്ക് മാറ്റാം. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ. മണി ഈസ് ഡിവിസിബിൾ. ദെൻ യൂണിഫോമിറ്റി. പണത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ട്. എന്താണ്? ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന, അത് കശ്മീരിലാണെങ്കിലും കന്യാകുമാരിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി യൂണിഫോം ആയിരിക്കും. അത് ഏകരൂപമായിരിക്കും. അല്ലാതെ കാശ്മീരുകാർക്ക് വേറൊരു കറൻസി, കേരളത്തിലെ ആളുകൾക്ക് മറ്റൊരു കറൻസി, ആ രീതിയിലല്ല നമ്മൾ കറൻസി ഉപയോഗിക്കുക. ഒരു രാജ്യത്തെ ഒരു കറൻസി ആയിരിക്കും, യൂണിഫോമിറ്റി. അപ്പോൾ മണിക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പണത്തിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ചില ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? 5 ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. ഡ്യൂറബിൾ ആണ്, അതിന് കുറേ കാലം അത് കേടുകൂടാതിരിക്കും. പോർട്ടബിലിറ്റി, അത് കൊണ്ടുപോകാം. ഡിവിസിബിലിറ്റി, ചെറുതായിട്ടൊക്കെ ചെറിയ ഡിവിഷൻസ് ആക്കി മാറ്റാം. യൂണിഫോമിറ്റി, ഒരു രാജ്യത്തിന് ഒരു കറൻസി ആയിരിക്കും, യൂണിഫോമിറ്റി. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി. Then, what do you understand by saying money functions are measure of value? എന്താണ് പണം ഒരു മെഷർ ഓഫ് വാല്യൂ ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ട്? സാധനങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് പണത്തിൻ്റെ ബേസിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. എല്ലാ സാധനങ്ങളുടെയും വാല്യൂ നമുക്ക് മോണിറ്ററി ടേംസ് ആയിട്ട് പറയാം അല്ലേ? അത് സ്വർണ്ണമാണെങ്കിലും
നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റെന്ത് സ്പൈസസ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഏത് പെട്രോളിയം ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എന്ത് ഗുഡ്സ് ആണെങ്കിലും അതിനെ നമുക്ക് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ഇൻ മോണിറ്ററി ടേംസ്, മണി ബേസിലാണ് നമ്മളത് കണക്കാക്കുക. മണി മെയ്ഡ് ഇറ്റ് ഈസി ടു കമ്പയർ ദ വാല്യൂ ഓഫ് ടു ഗുഡ്സ്. രണ്ട് സാധനങ്ങളുടെ വാല്യൂ, ഇതിലേതാണ് കൂടുതൽ വാല്യുബിൾ എന്ന് നമ്മൾ നോക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? മണി, അല്ലേ? ഫോർ എക്സാമ്പിൾ, സിൽവർ ആണോ ഗോൾഡ് ആണോ വാല്യുബിൾ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് നോക്കിയിട്ടാ? സിൽവറിൻ്റെ കളറും ഗോൾഡിൻ്റെ കളറും കണ്ടിട്ടാണോ? നോ. സിൽവറിന് എന്ത് വില കിട്ടും, ഗോൾഡിന് എന്ത് വില കിട്ടും? ഗോൾഡിനാണ് കൂടുതൽ വില കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗോൾഡ് ഈസ് മോർ വാല്യുബിൾ ദാൻ സിൽവർ. സോ മണി മെയ്ഡ് ഇറ്റ് ഈസി ടു കമ്പയർ ദ വാല്യൂസ് ഓഫ് ടു ഗുഡ്സ്. അല്ലെങ്കിൽ നമ്മൾ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലേ? ഒരു രണ്ട് സാധനങ്ങളുടെ വാല്യൂ നിശ്ചയിക്കാൻ മണി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ രണ്ട് സാധനവും വാല്യുബിൾ ആണ്, ഇതാണ് വാല്യുബിൾ, മറ്റേതാണ് വാല്യുബിൾ, എ ഈസ് വാല്യുബിൾ, ബി ഈസ് വാല്യുബിൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ടി വരും. ഇവിടെ ആർഗ്യുമെൻറ്റിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. കാരണം എന്താണ്? മണി ബേസിലാണ് നമ്മൾ അതിൻ്റെ വാല്യൂ നോക്കുന്നത്. ഞാനും മറ്റൊരാളും തമ്മിൽ സിൽവർ ആണോ ഗോൾഡ് ആണോ എന്ന് ഒരു ആർഗ്യുമെൻറ്റ് വരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നോ, നത്തിങ്. എന്തുകൊണ്ടാണ്? സിൽവറിന് വില കുറവും ഗോൾഡിന് വില കൂടുതലുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെന്തിൻ്റെ ബേസിലാണ്? മണി. The value of a good is the price of that is assigned to it in the transaction process. ഒരു വസ്തുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ സാധനം ട്രാൻസാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൈസ് കിട്ടും. ശരിയാണല്ലോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കോക്കനട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോക്കനട്ട് അല്ലെ 1 kg കോക്കനട്ട് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ, വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്ര പണം വരും, എത്ര പ്രൈസ് അതിന് കിട്ടും? ദാറ്റ് മേക്ക് ദ വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ്. ഓക്കെ, ദ വാല്യൂ ഓഫ് മണി ഈസ് ഇറ്റ്സ് പർച്ചേസിങ് പവർ. ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മണി, അതായത് പണത്തിൻ്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ, 500 രൂപയുടെ ഒരു കറൻസി എൻ്റെ കയ്യിലിരിക്കുന്നു, 100 രൂപയുടെ ഒരു കറൻസി അടുത്തയാളുടെ കയ്യിലിരിക്കുന്നു. ഈ രണ്ട് കറൻസികളും തമ്മിൽ ഏതാണ് കൂടുതൽ വാല്യൂ? ഈ മണികൾ, ഇത് രണ്ടും മണിയാണല്ലോ, അല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന 500 റുപ്പിയും അടുത്തയാളുടെ കയ്യിലിരിക്കുന്ന 100 റുപ്പിയും രണ്ടും മണിയാണ്. പക്ഷേ ഈ രണ്ട് മണിയിലും ഏതാണ് വാല്യൂ കൂടുതലുള്ളതെന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇതിലേതിനാണ് കൂടുതൽ പർച്ചേസിങ് പവർ ഉള്ളത്? വാട്ട് ഈസ് പർച്ചേസിങ് പവർ? ഒരു കറൻസി നോട്ടിനെ എത്രയേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഒരു 500 രൂപയും കൊണ്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതൽ. 100 രൂപ കൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോയാൽ 100 രൂപ കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് മണിയിൽ ഏതാണ് കൂടുതൽ വാല്യുബിൾ? 500 ആണ്. കാരണം അതിനാണ് പർച്ചേസിങ് പവർ കൂടുതൽ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. 100 റുപ്പി കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണത്തിൻ്റെ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇറ്റ്സ് പർച്ചേസിങ് പവർ. വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് ഇൻക്രീസസ്, ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ്. സാധനങ്ങളുടെ വില കൂടുമ്പോൾ, വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ? ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. പണ്ട്, അതായത് ഒരു 5 വർഷം മുമ്പ്, ഒരു 5 years മുമ്പ്, നമ്മളൊരു 500 രൂപ കൊണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഒരു സഞ്ചി നിറയെ കിട്ടുമായിരുന്നെന്ന് നിങ്ങളങ്ങ് സപ്പോസ് ചെയ്യുക. ഇന്ന് നമ്മൾ ആ 500 രൂപയും കൊണ്ട് ചന്തയിൽ പോയാൽ ആ സഞ്ചി നിറച്ച്, അതേ സഞ്ചി നിറച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? പ്രൈസ് കൂടി. പണ്ട് നമുക്ക് റൈസ് കിട്ടുന്നത് 30 രൂപയ്ക്കാണെങ്കിൽ ഇപ്പോൾ 60 രൂപ കൊടുക്കണം. പണ്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ കിട്ടുന്നത് 100 രൂപയ്ക്കാണെങ്കിൽ ഇന്ന് 500 രൂപ കൊടുക്കണം. അപ്പോൾ പഴയ കാലത്ത് നമുക്ക് 100 രൂപ കൊണ്ട് ഒരു kg കോക്കനട്ട് ഓയിൽ കിട്ടിയെങ്കിൽ നമുക്ക് 5 kg വാങ്ങിക്കൊണ്ട് വരായിരുന്നു 500 രൂപ കൊണ്ടായി. പക്ഷേ ഇന്നോ 500 രൂപയുടെ ഒരു നോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് 1 kg കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ്? പ്രൈസ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻക്രീസ്. വെൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ? ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ്. മനസ്സിലായല്ലോ? 500 രൂപയുടെ പർച്ചേസിങ് പവർ താഴോട്ട് പോയി. കാരണം എന്താണ്? പ്രൈസ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ? ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞേ. വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഡിക്രീസസ്,
നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്ന കോക്കനട്ട് ഓയിലിൻ്റെ വില 50 രൂപയായിട്ട് കുറഞ്ഞാൽ നമുക്ക് എത്ര kg മേടിക്കാൻ പറ്റും? 10 kg മേടിക്കാൻ പറ്റും. അപ്പോൾ മണിയുടെ പർച്ചേസിങ് പവർ എന്തായി? വിൽ ഇൻക്രീസ്, കൂടും. അപ്പോൾ സാധനങ്ങളുടെ പ്രൈസ് കൂടുമ്പോൾ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറയുകയും സാധനങ്ങളുടെ പ്രൈസ് കുറയുമ്പോൾ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മണി എന്ന് പറയുന്നത് മെഷർ ഓഫ് വാല്യൂ ആണ്, മെഷർ ഓഫ് വാല്യൂ. ഓക്കെ, ദെൻ ഹൗ ഡസ് മണി വർക്ക് ഇൻ ആൻ ഇക്കോണമി? പണം എങ്ങനെയാണ് ഒരു ഇക്കോണമിയിൽ വർക്ക് ചെയ്യുന്നത്? പണം എങ്ങനെ വർക്ക് ചെയ്യും? ഇറ്റ് ഈസ് മണി ദാറ്റ് മൂവ്സ് ദ ഇക്കോണമി ആൻഡ് സ്പീഡ് അപ്പ് ഇറ്റ്സ് ഫങ്ഷനിങ്. പണമാണ് ഒരു ഇക്കോണമിയെ മൂവ് ചെയ്യുന്നത്, അതിനെ ചലിപ്പിക്കുന്ന പണമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഒരു എക്സാമ്പിളാണ്. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടക്കുന്നു. നാളെ ഇന്ത്യയിലുള്ള എല്ലാ കറൻസി നോട്ടുകളും എല്ലാ കോയിൻസും ബാൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കോയിനും ഒരു കറൻസി നോട്ടും നാളെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് ഗവൺമെൻറ് അതിനെ ബാൻ ചെയ്തിരിക്കുന്നു. ഒരു പ്രഖ്യാപനം വന്നെന്ന് സപ്പോസ്, എന്ത് സംഭവിക്കും? നാളെ രാവിലെ നമുക്ക് പാല് മേടിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം, നമുക്ക് വെജിറ്റബിൾസ് വാങ്ങണം, നമ്മൾ കടയിലോട്ട് പോകാം. നമ്മൾ എന്തുകൊണ്ട് പോകും? മണി ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള 100 രൂപയും 500 രൂപയും 50 രൂപയും 10 രൂപയും 20 രൂപയും ഒന്നും കൊള്ളുകയില്ല. സോ നമ്മുടെ ഇക്കോണമി തന്നെ മൂവ്മെൻ്റ് ഇല്ലാതായി പോകും. അവിടെ ഒരു ട്രാൻസാക്ഷൻ, ഇക്കോണമി എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ്, അല്ലേ? ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോഴാണ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴല്ലേ ഒരു ഇക്കോണമി മൂവ് ചെയ്യുന്നത്. അതിന് അനക്കം കിട്ടുന്ന അന്നേരപ്പോഴല്ലേ. അപ്പോൾ പണമില്ലെങ്കിലോ ഇക്കോണമി മൂവ് ചെയ്യത്തില്ല. അതാണ് പണത്തിൻ്റെ പ്രത്യേകത. മണി ദാറ്റ് മൂവ് ദ ഇക്കോണമി ആൻഡ് സ്പീഡ് അപ്പ് ഇറ്റ്സ് ഫങ്ഷനിങ്. അതാണ് നമ്മുടെ ഇക്കോണമിയെ സ്പീഡപ്പ് ചെയ്യുന്നതും മൂവ് ചെയ്യിക്കുന്നതും. ഇറ്റ് സ്റ്റിമുലേറ്റ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. എന്താണ് സ്റ്റിമുലേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അതിനെ ഉത്തേജിപ്പിക്കും, അല്ലേ? നമ്മുടെ ഇക്കോണമിയുടെ അത് പ്രൊഡക്ഷൻ ആകട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആകട്ടെ, കൺസംഷൻ ആകട്ടെ, ഒരു ഇക്കോണമിയിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അതായത് നിർമ്മിക്കുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് കൺസ്യൂം ചെയ്യുക, വീണ്ടും നിർമ്മിക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. ഈ 3 പ്രോസസ്സാണ് ഒരു ഇക്കോണമി നടക്കുക. ഈ 3 ആക്ടിവിറ്റിയെയും സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇക്കോണമിയിൽ എന്ത് വേണം? മണി, പണം വേണം. പ്രൊഡ്യൂസറിന് തൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മണി വേണം. ഡിസ്ട്രിബ്യൂട്ടർക്ക് തൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ അയാളുടെ പണം വേണം. കൺസ്യൂമർക്ക് അയാളുടെ കൺസംഷൻ നടക്കണമെങ്കിൽ അവിടെയും പണം വേണം. സോ ഇറ്റ് സ്റ്റിമുലേറ്റ്, മണി സ്റ്റിമുലേറ്റ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ആൻഡ് ഇറ്റ് സ്ട്രെങ്തൻ ദ ഇക്കോണമി. നമ്മുടെ ഇക്കോണമി അത് സ്ട്രെങ്തൻ ചെയ്യും. എവിടെ പണം കൂടുതലുണ്ടോ ആ ഇക്കോണമിയാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, അല്ലേ? അമേരിക്കൻ ഇക്കോണമി, അവർക്ക് പണം കൂടുതലുള്ളതുകൊണ്ട് അവർ കൂടുതൽ സ്ട്രെങ്ത് ആണ്. ഇന്ത്യൻ ഇക്കോണമിക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല. ആ സ്ട്രെങ്തിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ മണി റിസീവ്ഡ് ആസ് ഇൻകം ബൈ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ ഈസ് പംപ്ഡ് ബാക്ക് ഇൻ ടു ദ ഇക്കോണമി. പണം അല്ലെങ്കിൽ ആ ഇൻകം, മണി എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻകം എന്ന് പറയാം, അല്ലേ? ഒരു പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഇൻകം, അല്ലേ? ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന ഇൻകം. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ 2 കൂട്ടരാണ് വരുന്നത്, പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡ്യൂസർക്ക് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. ആ പ്രോഫിറ്റുകളെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും എന്ത് ചെയ്യുന്നു? ഇറ്റ് പംപ്ഡ് ബാക്ക്, തിരിച്ച് ഇക്കോണമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എങ്ങനെയാണ് പ്രൊഡ്യൂസറുടെ പണം ഇക്കോണമിയിലേക്ക് തിരിച്ചു പോവുക? പ്രൊഡ്യൂസറെ വീണ്ടും റോ മെറ്റീരിയൽ മേടിക്കും. എന്തിനെ? വീണ്ടും അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ നടത്താൻ. അദ്ദേഹം വീണ്ടും വർക്കേഴ്സിനെ കൊണ്ടുവരും. എന്തിനെ? വീണ്ടും പ്രൊഡക്ഷൻ നടത്താൻ. അദ്ദേഹം മെഷീൻസ് മേടിക്കും. ഇതിനൊക്കെ അദ്ദേഹം എന്തുപയോഗിക്കും? ഈ കിട്ടിയ പ്രോഫിറ്റ് ഉപയോഗിക്കും. സോ ദ മണി റിസീവ്ഡ് ആസ് ഇൻകം ബൈ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് പംപ്ഡ് ബാക്ക്. പംപ്ഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് അവിടേക്ക് തന്നെ പോകും. പണം ആരും ഒരിക്കലും അലമാരിയിൽ കൊണ്ടുപോയി പൂട്ടി വെക്കാനല്ല. നമുക്ക് കിട്ടുന്ന ഇൻകം, നമുക്ക് കിട്ടുന്ന പണം, അത് നമ്മൾ തിരിച്ച് ഇക്കോണമിയിലേക്ക് തന്നെ പമ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇക്കോണമി എന്താകുന്നു? അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, അത് സ്ട്രെങ്ത് ആകുന്നു. ഇൻ ദിസ് വേ ഈച്ച് കറൻസി സ്പെൻഡ് ഇൻ ദ ഇക്കോണമി ചേഞ്ച് ഹാൻഡ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ. നമ്മുടെ ഓരോ കറൻസിയും കൈകളിൽ നിന്നും കൈകളിലേക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, രാവിലെ നമ്മൾ കൊടുത്ത ഒരു 10 രൂപ, അല്ലേ? നമ്മൾ ഫിഷ് വാങ്ങാൻ
സെല്ലർക്ക് നമ്മളൊരു 100 രൂപ കൊടുത്തു, അത് അയാൾ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അയാൾ മറ്റൊരു സാധനം മേടിക്കാൻ അത് കൊടുക്കുന്നു. അത് കിട്ടിയാളെ ആ പണം കൊണ്ട് വേറൊരു സാധനം വാങ്ങുന്നു, അയാൾ അതുകൊണ്ട് ബസ്സിൽ കയറി പോകുന്നു, ബസ്സുകാർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ പണം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഹാൻഡ് ബൈ ഹാൻഡ് അല്ലേ, ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഇതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതാണ് ഇക്കോണമിയെ മൂവ് ചെയ്യിക്കുന്നത്. സോ മണി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നായി പറയുന്നത്, ഇൻ ദിസ് വേ ഈച്ച് കറൻസി സ്പെൻഡ് ഇൻ ദ ഇക്കോണമി ചേഞ്ച് ഹാൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ചിലപ്പോൾ അതേ പണം വീണ്ടും ഒരു 1 or 2 മന്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നെന്നിരിക്കും. ഓക്കെ, അപ്പോൾ പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സർക്കുലേഷൻ. ആസ് ദ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഇൻക്രീസസ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ഇക്കോണമി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ പണം ആരും കൊണ്ടുപോയി പെട്ടിയിൽ അടച്ചു വെക്കരുത്, അലമാരിയിൽ പൂട്ടി വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഇക്കോണമി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പണം അങ്ങനെ കൈകളിലൂടെ വീണ്ടും അടുത്ത കൈകളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസാണ് നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടത്. അത് നമ്മുടെ ഇക്കോണമി എന്ത് ചെയ്യുന്നു? ഇക്കോണമിയെ ആസ് എ ഹോൾ അത് ഡെവലപ്പ് ആക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഹൗ ഡസ് മണി വർക്ക് ഇൻ ആൻ ഇക്കോണമി? ഓക്കെ, then what is velocity of circulation of money? The number of times a unit money is exchanged in a given period of time is known as the velocity of circulation of money. അതായത് പണം സർക്കുലേറ്റ് ചെയ്യാനുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണം എന്ന് പറയുന്നത് ആരും സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അതൊരു കയ്യിൽ നിന്ന് ഒരു കയ്യിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് പോകേണ്ടതാണ് പണം. അതിൻ്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ അളക്കുന്നത്? എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം സർക്കുലേഷൻ നടന്നു എന്നതിൻ്റെ ആ ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ പണത്തിൻ്റെ സർക്കുലേഷൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ടൈം എ യൂണിറ്റ് ഓഫ് മണി ഈസ് എക്സ്ചേഞ്ച്. എത്ര തവണ ഒരു യൂണിറ്റ് ഓഫ് മണി, അത് 100 രൂപയായിക്കോട്ടെ, 10 രൂപയായിക്കോട്ടെ, 500 രൂപയായിക്കോട്ടെ, എത്ര പണമാണെങ്കിലും എ യൂണിറ്റ് ഓഫ് മണി, അത് എത്ര തവണ, ദ നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് മണി ഈസ് എക്സ്ചേഞ്ച്. എത്ര തവണ അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു, എത്ര പേരുടെ കയ്യിലൂടെ അത് പോയി, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് എത്ര പോയി. അതായത് അതിങ്ങനെ ലോങ് ടൈം നോക്കിയിട്ടുണ്ടെന്നല്ല, ഒരു പർട്ടിക്കുലർ ടൈമിൽ പണം എത്ര ഹാൻഡ്സ് ഇങ്ങനെ എക്സ്ചേഞ്ച് ആയി, എത്ര കയ്യിലൂടെ അത് സർക്കുലേറ്റ് ആയി, ആ എണ്ണമാണ് ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. The number of time a unit of money is exchanged in given period of time. Given period of time വെക്കണം. കാരണം എന്താണ്? 100 കൊല്ലം കൊണ്ടൊരു പണം എത്രമാത്രം നടന്നെന്നോ 50 years കൊണ്ട് എത്രമാത്രം നടന്നെന്നോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഗിവൺ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡാണ്. ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് പണം എത്ര പ്രാവശ്യം എക്സ്ചേഞ്ച് ആയി, സർക്കുലേറ്റ് ആയി, ആ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. An increase in the velocity of circulation of money indicate an acceleration in the economic growth. ഈ നമ്പർ ഒരു എന്താണ് ഇൻക്രീസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്ത് ആണ് അത് കാണിക്കുക. An increase in the velocity of circulation of money indicate a growth in economy. A decrease in the velocity of circulation of money indicate a slowdown of economic growth. അപ്പോൾ നമ്മുടെ പണം കൂടുതൽ തവണ സർക്കുലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമി ഗ്രോത്ത് ആയെന്നും, നമ്മുടെ പണത്തിൻ്റെ സർക്കുലേഷൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ആയെന്നും നമ്മൾ വിചാരിക്കണം. ഇൻ ദ ഇക്കണോമീസ് വെയർ ഗ്രോത്ത് റേറ്റ് ഈസ് ഹൈ, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഹാവ് മോർ എക്സ്ചേഞ്ചസ് ടു സ്പെൻഡ് മണി, while in the economy where growth rate is slow, the producers and consumers have limited chances to spend money. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും കൂടുതൽ വെലോസിറ്റി അല്ലെങ്കിൽ സർക്കുലേഷൻ ഓഫ് മണിക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അതിനുള്ള പണം സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്ന ഇക്കോണമികളെല്ലാം ഗ്രോത്ത് ഉള്ള ഇക്കോണമിയാണ്. എക്സാമ്പിൾ അമേരിക്കൻ ഇക്കോണമി. അവിടെ പണം കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും കിട്ടുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയൊക്കെ പോലെയുള്ള അണ്ടർ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ ഈ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് റേറ്റും കുറവായിരിക്കും, അവരുടെ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ ഈ സർക്കുലേഷൻ, നമ്പർ ഓഫ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ ആരും പണം സൂക്ഷിച്ച് വെക്കരുത്, അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഇൻകത്തെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, വീണ്ടും നമുക്ക് ഇൻകം കിട്ടും, നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ പണം സർക്കുലേറ്റ് ചെയ്യണം. പണം സർക്കുലേറ്റ് ചെയ്യുന്ന ഇക്കോണമി ഗ്രോ ചെയ്യുന്ന ഇക്കോണമിയും
പണം അധികം സർക്കുലേറ്റ് ചെയ്യാത്ത ഇക്കോണമി സ്ലോ ഡൗൺ ആകുന്ന ഇക്കോണമിയുമാണ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. നാളെ നമ്മൾ ഇന്നത്തെ നമ്മുടെ മണി എന്നുള്ള ആ ഒരു അതിൻ്റെ ഇൻട്രഡക്ഷൻ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നാളെ നമ്മൾ പഠിക്കുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നാളെ